ഹലോ അസ്സലാമു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി വ്യത്യസ്തമായ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയും കൊണ്ടാട്ടാ. നമ്മളെല്ലാവരും ഇഡ്ഡലി റെഡിയാക്കി എടുക്കുന്നവരല്ലേ. ഇഡ്ഡലി റെഡിയാക്കി എടുക്കുമ്പോൾ നമുക്ക് തലേദിവസം അരച്ച് കുതിർത്ത് ഒക്കെ വെക്കണം. അങ്ങനെ ഒന്നും ചെയ്യാതെ നല്ല വെറൈറ്റി ആയിട്ട് അടിപൊളിയായിട്ടുള്ള നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തില്ല, അതും നല്ല മസാല ഇഡ്ഡലി. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു മസാല ഇഡ്ഡലി റെഡിയാക്കി എടുക്കാമെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയല്ലോ. അതിൻ്റെ കൂടെ നല്ല കിഡിലൻ ഒരു ചട്നിയും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ിൽ 250 ml കപ്പിൽ 1 കപ്പ് റവ. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് വറക്കാത്ത റവ കേട്ടോ. ഈ റവയിലേക്ക് നമ്മൾ ഒരു 1/4 കപ്പ് നല്ല പുളിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് 3 ടേബിൾ സ്പൂൺ പറയുകയാണെങ്കിൽ 3 ടേബിൾ സ്പൂണ് തൈര്. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒരു തിക്ക് ബാറ്ററാക്കി നമുക്ക് എടുക്കണം. ഇതാ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. റവ ആകുമ്പോൾ ഒന്ന് കുതിർന്ന് കിട്ടുകയും വേണം കേട്ടോ. ആ ഒരു രീതിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരൽപ്പം ഉപ്പും കൂടെ ചേർക്കാം. ഒന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട് നമുക്ക് നിങ്ങളുടെ കയ്യിൽ ഇനോ ഉണ്ടെങ്കിൽ അത് ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു പിഞ്ചളവിൽ ചേർത്തെടുക്കുന്നുണ്ട്. കുറച്ച് ലൂസായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടില്ല, കണ്ടില്ലേ. നമുക്കിത് 10 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുമ്പോൾ നല്ല പോലെ അങ്ങ് തിക്കായിട്ട് വന്നു വരും. നമുക്കൊരു ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ തന്നെ കിട്ടും. പിന്നെ ഇതിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതാ നമ്മൾ മസാല റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ. ഞാനിപ്പോൾ ഇവിടെ 1/2 ടേബിൾ സ്പൂണ് കടുക് എടുത്തിട്ടുണ്ട്. കടലപ്പരിപ്പ്, ഉഴുന്ന്, അതേപോലെ തന്നെ തുവരപ്പരിപ്പ്, നമ്മുടെ സാമ്പാർ പരിപ്പ്, ചെറുപയർ. ഇനിയിപ്പോൾ നിങ്ങൾക്കിത് മുഴുവനായിട്ടില്ലെങ്കിലും കടുകും ഉഴുന്നും എടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഉഴുന്ന് എടുത്തിട്ടുള്ളത് സ്പ്ലിറ്റല്ല, മുഴുവനായിട്ടുള്ള ഉഴുന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പം ഇനി നമുക്ക് ഈ ഒരു ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇടാം കടലപ്പരിപ്പ്, ഉഴുന്ന്, തുവരപ്പരിപ്പ്, ചെറുപയർ. ഫ്ലെയിം നല്ല പോലെ കുറച്ച് വെക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് പൊട്ടി വരട്ടെ. ഇനി ഇതിലേക്ക് ഞാനിതാ ഒരു ഇഞ്ചി, അതേപോലെ എരിവിനാവശ്യമായിട്ടുള്ള 2 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില, സൈസ് ചെറിയ സവോള. അതാ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മസാല ഇഡ്ഡലിയിലേക്കുള്ള മസാല ഇവിടെ റെഡിയായി, കണ്ടില്ലേ. നിങ്ങൾക്ക് ഇനി ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ചേർക്കാം കേട്ടോ. ഇനി ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് റവ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാൻ മതി. ഒന്ന് ചൂടാക്കി അങ്ങ് എടുക്കാം. ഇനി ഞാനിതിലേക്ക് കുറച്ച് ക്യാരറ്റും കൂടെ എടുക്കുന്നുണ്ട്. അതും കൂടെ നമുക്കിതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. മല്ലിയില കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ.
അപ്പോൾ ഇനി ഇത് നല്ലപോലെ അങ്ങ് റോസ്റ്റായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇത്രയും മതി. ഇനി നമ്മൾ ഇഡ്ഡലി റെഡിയാക്കി എടുക്കുമ്പോൾ ആവിയിലങ്ങ് നല്ലപോലെ വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഇതാ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു റവയിലേക്ക് നമ്മുടെ ഈ ഒരു മിക്സും കൂടെ അങ്ങ് ചേർക്കാം കേട്ടോ. ആ ഒരു ചൂടിൽ തന്നെ ഞാൻ ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു ഇഡ്ഡലി മാവിൻ്റെ ആ ഒരു ടെക്സ്ചറിലേക്ക് തന്നെ നമ്മുടെ ആ ഒരു റവ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ളൊരു ചട്നി റെഡിയാക്കി എടുക്കാം. അപ്പം ഇനി നമ്മുടെ ഇഡ്ഡലിയിലേക്കുള്ള ചമ്മന്തി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 തക്കാളി, 1 സവോള, 2 പച്ചമുളക്, 4 വെളുത്തുള്ളി, ഇച്ചിരി കഷ്ണം ഇഞ്ചി. ഇതിൻ്റെ ഒരു ചെറിയ പച്ച മണം ഒന്ന് മാറി കിട്ടിയാൽ മാത്രം മതി കേട്ടോ. നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് നല്ലൊരു അടിപൊളി ചമ്മന്തി തന്നെ റെഡിയാക്കി എടുക്കാം. ഇനി ഇതാ നമുക്ക് ചമ്മന്തി റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് മിക്സിയുടെ ജാറിലേക്ക്, ഞാനിപ്പോൾ ഒരു ചെറിയൊരു ജാറിലേക്കാണ് ഇത് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ഒരൽപ്പം മുളക് പൊടി ചേർക്കാം കേട്ടോ. അതിനോടൊപ്പം തന്നെ ഒരിച്ചിരി ഉപ്പും. അപ്പോൾ ഇതാ നമ്മുടെ ചട്നി ഇവിടെ അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാനിതാ ഒരൽപ്പം കടുകും 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ചമ്മന്തി നല്ലപോലൊക്കെ കടുക് ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ മസാല ഇഡ്ഡലി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരൽപ്പം വെളിച്ചെണ്ണ നമ്മുടെ ഈ ഒരു തട്ടിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് കോരി ഒഴിക്കണ്ട കേട്ടോ. നമ്മളിതിൽ ബേക്കിംഗ് സോഡ ചേർത്തിട്ടുള്ളത് കൊണ്ട് നല്ല പോലെ അങ്ങ് വീർത്ത് വന്നോളൂ. ഇനി നമുക്കിതിലേക്ക് അങ്ങ് വെച്ചിട്ട് മൂടി വെക്കാം. റെഡിയായി വരട്ടെ. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? ഇഡ്ഡലി തട്ടിലേക്ക് അങ്ങ് ഒഴിക്കാം. രാവിലെ പിള്ളേർക്ക് പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ. നല്ല അപ്പോൾ ഇതാ നമ്മുടെ ഇഡ്ഡലി 2 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിത് പുറത്തെടുത്ത് വെച്ചിട്ട് നമ്മുടെ ആ ഒരു ഈർപ്പം ഒന്ന് വലിഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഇഡ്ഡലി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റിയെടുക്കാം. നല്ല ചൂടാട്ടോ. നമ്മൾ എപ്പോഴും ഒരേപോലത്തെ ഇഡ്ഡലിയൊക്കെ കഴിക്കുമ്പോൾ പിള്ളേർക്ക് ഒരു ദിവസമൊക്കെ നമ്മൾ വെറൈറ്റി ആയിട്ട് ഇഡ്ഡലി റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ മസാല ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? ഞാനിതിൻ്റെ കൂടെ നല്ലൊരു അടിപൊളി ചട്നിയും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കിട്ടില്ല കോമ്പിനേഷനാണ്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് ഒരൽപ്പം ചട്നിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. എത്ര കഴിക്കാത്ത പിള്ളേരും അടിപൊളിയായിട്ട് കഴിക്കും കേട്ടോ. കിട്ടില്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്ന് വിശ്വസിക്കാം കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു രക്ഷയില്ല കേട്ടോ, അത്രയും ടേസ്റ്റാണ്. നമുക്ക് ഇഡ്ഡലി മാവൊന്നും വേണമെന്നൊന്നുമില്ല. ചെറിയൊരു പുളിയും നല്ല സോഫ്റ്റും ഒക്കെ കേട്ടോ. ഒരു മസാലയുടെ ഒരു ഫ്ലേവർ പറയാതിരിക്കാൻ വയ്യ, അത്രയും ടേസ്റ്റ് കേട്ടോ. നമ്മുടെ
നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും. കണ്ടില്ലേ, നല്ല അടിപൊളിയല്ലേ. സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇഡ്ഡലി മാവൊന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് നമ്മുടെ മക്കൾക്ക് ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ വെറൈറ്റി ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള കിഡിലൻ ബ്രേക്ക്ഫാസ്റ്റ്. എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കും കൂടെ അറിയിക്കട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.